പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദീപികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കുമ്പസാരത്തിലെ ഒരു ഉപദേശം വഴി ജീവിതം തന്നെ മാറിയ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മളെപ്പോഴും കുമ്പസാരം ഒരു സാധാരണ ചടങ്ങായി, സാധാരണ ഒരു മാസത്തിൽ ഒന്ന് നടത്തുന്നൊരു പ്രവൃത്തിയായിട്ട് മാറ്റുമ്പോൾ ചില വ്യക്തികൾ കുമ്പസാരക്കൂട്ടിൽ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് വിലപിക്കാറുണ്ട്. അങ്ങനെ വിലപിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന പുരോഹിതനും വിങ്ങാറുണ്ട്, അല്ലെങ്കിൽ വേദനിക്കാറുണ്ട്. കാരണം ദൈവസന്നിധിയിൽ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൽ നിന്നും ദൈവത്തിന് കരുണയും സ്നേഹവും പങ്കുവെച്ച് കൊടുക്കുവാൻ ആണല്ലോ പുരോഹിതൻ കുമ്പസാരക്കൂട്ടിൽ ഈശോയുടെ സ്ഥാനത്തിരിക്കുക. ജീവിതത്തിലെ നിസ്സാര കാരണത്താൽ വർഷങ്ങളായി അകന്നു നിന്ന ആ വ്യക്തി പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആരുമായിട്ട് അകന്നുവോ ആ വ്യക്തിയോടെ അനുരഞ്ജനപ്പെട്ട് പുതിയൊരു ജീവിതം നയിക്കുവാൻ കാരണമായ കുമ്പസാരം, അങ്ങനെയുള്ള കുമ്പസാരങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഇന്നുമുണ്ട് എന്നുള്ള സത്യം ലോകം തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കണം. ഹൃദയവേദനയോടെ തിരുസന്നിധിയിൽ പാപകടങ്ങൾ ക്ഷമിക്കുന്ന ഈശോയുടെ മുമ്പിൽ വിനയ മനോഭാവത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരത്തിന് അണയണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് നല്ലൊരു കുമ്പസാരക്കാരനെ ഈശോയെ തരണമേ എന്ന്? നന്നായി എന്നെ ദൈവത്തിലേക്ക് വളർത്തുന്ന ഒരു കുമ്പസാരക്കാരനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പറയും, അത് ഈശോയെ കണ്ടുമുട്ടുന്നതാണ്, അത് ഈശോയെ സ്വന്തമാക്കുന്നതാണ്. എല്ലാ കുമ്പസാരങ്ങളും അനുഗ്രഹമാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശരിയായ മനസ്താപം അല്ലെങ്കിൽ ശരിയായ അനുതാപമില്ലാത്ത കുമ്പസാരങ്ങളൊക്കെ ഉണ്ട്, വെറും കടമയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്ന കുമ്പസാരങ്ങൾ, അത് ഈ കുമ്പസാരം കേൾക്കുന്ന പുരോഹിതനിലും മാനസാന്തരങ്ങളുണ്ടാക്കും, പരിവർത്തനങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് കുമ്പസാരിപ്പിക്കുന്ന വൈദികനും കുമ്പസാരത്തിൽ സംബന്ധിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിച്ചൊരുങ്ങി ആ ശുശ്രൂഷ സ്വീകരിക്കണമെന്ന് പറയുക. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഇടവിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, കുർബാന മാത്രം അഭിഷേകമായ പോരാ. നമുക്കറിയാം, കുർബാനയിൽ കർത്താവ് സന്നിഹിതനാണ്. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് സന്തോഷം അനുഭവിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. കാരണം സ്വർഗം സന്തോഷിക്കും, ദൈവദൂതന്മാർ സന്തോഷിക്കും. കാരണം അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുമ്പസാരത്തിൻ്റെ മഹാരഹസ്യം അത് തിരിച്ചറിഞ്ഞ്, അതിൻ്റെ ശ്രേഷ്ഠത അത് അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറയും, ഏത് വഴിക്കാണ്, ഏത് സമയത്താണ്, ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് എല്ലാ മേഖലകളും നമ്മൾ ധ്യാനിച്ച് ആ മേഖലകളിൽ നിന്നെല്ലാം നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന് സ്വന്തമായി തീരണം. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 6-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും, നിങ്ങളെ ആരും ഭരിക്കുകയില്ല. ആർക്കുള്ള സുവിശേഷമാണെന്നറിയാമോ? പശ്ചാത്തപിക്കുന്നവർക്കുള്ള സുവിശേഷമാണ്. അവരെ ദൈവം സമൃദ്ധിയിലേക്ക് നയിക്കും, അവർക്കൊരു കുറവും ഉണ്ടാവില്ല, അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആ മനോഭാവത്തോടെ നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുവാനും അതിനണയുവാനും ഈ തിരുവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവികാനനാഥ, എല്ലാവർക്കും ഞങ്ങൾ എന്ന് കുമ്പസാരിച്ചാലും ആ കുമ്പസാരം അനുഗ്രഹമാകുവാൻ, അത് ജീവിതത്തിലൊരു പരിവർത്തനമാകുവാൻ അനുഗ്രഹമായിട്ട് മാറണം. ആശീർവദിക്കണമേ ദൈവികാരണമേ, അനുഗ്രഹിക്കണമേ ദൈവികാരണമേ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.